ലോകത്തിലെ ഏറ്റവും സമുന്നത ദേശരാഷ്ട്രങ്ങളോട് കിടപിടിക്കാൻ കഴിയുന്ന ഈ മുന്നേറ്റത്തെ കുറിച്ച് പറയുമ്പോൾ, അത് നേടിയെടുത്ത അസുലഭ സന്ദർഭങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്കൊക്കെ സന്തോഷം തോന്നണ്ടേ? നമുക്കൊക്കെ അതിൽ ഹൃദയം പകുത്തു നൽകുമാറ് സ്നേഹവായ്പോടുകൂടെ അതിനെ സ്വീകരിക്കാൻ കഴിയണ്ടേ? കഴിഞ്ഞില്ലെങ്കിലും പോട്ടെ, ഇതിനെ അപഹസിക്കാൻ തയ്യാറാകാമോ? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെയും പ്രതിപക്ഷത്തിന്റെയും വിമർശനങ്ങൾക്ക് ആ വേദിയിൽ തന്നെ മറുപടി പറഞ്ഞു പോകേണ്ടതുണ്ട് എന്ന് തോന്നിയത്? ആ ചോദ്യത്തിന്റെ മറുപടി നമുക്കെല്ലാവർക്കും, അതായത് ചർച്ച കാണുന്ന ലോകമെമ്പാടുമുള്ള മാതൃഭൂമിയുടെ പ്രേക്ഷകർക്ക് അങ്ങയുടെ ആമുഖമായ വാചകത്തിൽ നിന്ന് തന്നെ കടമെടുക്കാൻ കഴിയുന്ന ഒരു മറുപടിയാണ്. അതായത് ഏത് പരിമിതികളും പ്രതിസന്ധികളും നിലനിൽക്കുമ്പോഴും ഇങ്ങനെയൊരു സിസ്റ്റം ഈ നാട്ടിൽ നമ്മുടെ സാധാരണ കാഴ്ചകൾക്ക് അപ്പുറം നിൽക്കുന്ന അതിദരിദ്രരായിട്ടുള്ള നമ്മുടെ സ്വാഭാവിക കാഴ്ചകളിൽ കണക്കുകളിൽ ഇടം പിടിക്കാതെ പോയ മനുഷ്യരുണ്ടെങ്കിൽ അവരെ തിരക്കി ഇറങ്ങുന്നത് അഭിമാനാർഹമായ കാര്യമാണ് ലോകമെമ്പാടുമുള്ള മലയാളികളെ സംബന്ധിച്ചിടത്തോളം. അത് അങ്ങയുടെ പരിമിതമായി കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അങ്ങയുടെ ഒരു വിലയിരുത്തലാകാം, ഇരിക്കട്ടെ. ഞാനതിനെ സർവാത്മന സ്വാഗതം ചെയ്യുന്നു, സ്വീകരിക്കുന്നു. എന്താണ് പ്രത്യേകത? ലോകമെങ്ങുമുള്ള മനുഷ്യരുടെ മുമ്പിൽ മലയാളികളുടെ ആത്മാഭിമാനം ഒരിക്കൽ കൂടെ വാനോളം ഉയർന്നു പാറുന്ന ഒരു അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷത്തിൽ നിർബന്ധമായും മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരിപാടിയോ ഇതൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംഘടനാ പരിപാടിയോ ഒന്നുമല്ല. ഇത് ലോകമെമ്പാടും ഈ കാര്യങ്ങൾക്കകത്ത് സംഭാവന ചെയ്തിട്ടുള്ള മുഴുവൻ മലയാളികളല്ലാതെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായി നമ്മുടെ നാടിന്റെ ഭാഗധേയമായവർ, അവരുടെ അധ്വാനം കൊണ്ട് കേരളത്തെ മുമ്പോട്ടേക്ക് നയിക്കുന്നവർ, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത വിധം കേരളത്തെ ഇന്നു കാണുന്ന കേരളമാക്കാൻ പരുവപ്പെട്ടിട്ടുള്ള മുഴുവരുടെയും ആത്മാഭിമാനം അന്തസ് വാനോളം ഉയർന്നു പാറുന്ന ഒരു സുദിനമാണ്, ചരിത്രപ്രധാനമായ ഒരു ഏടാണ് 2025 കേരളപ്പിറവി അഥവാ നവംബർ മാസം 1. അത്തരം ഒരു പരിപാടിയോട് രാഷ്ട്രീയത്തിന്റെ സങ്കുചിതത്വങ്ങൾക്ക് അതീതമായി ലോകമെങ്ങുമുള്ള മലയാളികളുടെ സന്തോഷത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും പ്രതീകമായി മാറുന്ന ഒരു ദിനം, ആ ചരിത്ര ദിനത്തോടുള്ള പ്രതികരണമാണ് അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വണ്ണം മുഖ്യമന്ത്രിയെ മറുപടി പറയാൻ പ്രേരിപ്പിച്ചത്. അത് പരിമിതികളോടുകൂടെ മാത്രമാണ് മുഖ്യമന്ത്രി നിർവഹിച്ചത് എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അദ്ദേഹം ഇന്ന് ആ ചടങ്ങിന്റെ വലിപ്പത്തെ, അതിൻ്റെ വിശാലവും വിപുലവുമായിട്ടുള്ള ആ ചടങ്ങ് സൃഷ്ടിക്കാൻ പര്യാപ്തമായിട്ടുള്ള ചരിത്ര പ്രാധാന്യത്തെ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കാതെ ചുരുങ്ങിയ വാചകങ്ങളിൽ ഇതൊരു തട്ടിപ്പാണ് എന്ന കേരളീയ വിരുദ്ധ മനോഭാവം, ഒരു ദുഷ്ടചിന്ത പുലർത്താൻ സാധ്യതയുണ്ട് എന്ന് മാത്രം കരുതുന്ന ആളുകൾക്ക് പറയാൻ കഴിയുന്ന പ്രതികരണങ്ങൾ, ആ പ്രതികരണങ്ങളോട് അദ്ദേഹം മറുപടി നടത്തിയത്. നിങ്ങൾ നോക്ക്, ഇന്ത്യയുടെ ഭൂപടത്തിൽ എത്രയോ തവണ, അത് മാനവിക വികാസ സൂചികകൾ മാത്രമല്ല, ഉയർന്ന ആയുർദൈർഘ്യത്തിൽ, സാർവത്രിക വിദ്യാഭ്യാസത്തിൽ, ഏറ്റവും കരുത്തുറ്റ പൊതുജനാരോഗ്യ രംഗത്ത്, ഏറ്റവും ഉയർന്ന സുസ്ഥിര വികസന രംഗത്ത്, ഏറ്റവും ഉയർന്ന കൂലിയിൽ, ശിശുമരണ നിരക്കിന്റെ ഏറ്റവും കുറഞ്ഞ അനുഭവങ്ങളിൽ, ഉന്നത വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മാനവിക വികാസ സൂചികൾ നമ്മൾ പല കാലങ്ങളിൽ ഇന്ത്യ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതാണ്. ആങ്കർ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമോ? അല്പ ആഴ്ചകൾക്ക് പുറകിൽ നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ദേശീയ മാധ്യമമായിട്ടുള്ള ഇന്ത്യൻ എക്സ്പ്രസിന് IIMന്റെ ഡയറക്ടർ, കോഴിക്കോട് IIM നമുക്കറിയാം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസ്ഥാനമല്ല, ഇന്ത്യയിലെ ഏറ്റവും മിടുക്കന്മാരും മിടുക്കുകളുമായിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ട്രാൻസ്ജെൻഡറുകളും ഒക്കെ പഠിക്കാൻ സാധ്യതയുള്ള സ്ഥാപനമാണ്. IIMന്റെ ഡയറക്ടറായിട്ടുള്ള മലയാളിയല്ലാത്ത ദുഭാഷിഷ് ചാറ്റർജി, പേര് കേൾക്കുമ്പോൾ അറിയാം, അദ്ദേഹം കൊൽക്കത്ത സ്വദേശിയാണ്. രാഷ്ട്രീയമായി ഇടതുപക്ഷത്തോട് പ്രത്യേകിച്ച് ഒരു താല്പര്യവുമില്ലാത്ത ആളുമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം വിഭിന്ന ചേരിയിലായിരിക്കാനാണ് സാധ്യത. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം എക്സ്പ്രസിൽ ലീഡായി അച്ചടിച്ചു വന്നു. ആ പ്രതികരണം എന്താണെന്ന് അറിയുമോ? ഡോണ്ട് ട്രൈ ടു കൺഫ്യൂസ് മീ, ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ഓഫ് കേരള ഷാൽ ബി കംപയർഡ് വിത്ത് നോർത്തേൺ യൂറോപ്പ് എന്നുള്ളതാണ്. ആ പ്രതികരണം കേൾക്കുമ്പോൾ ഇതൊരു CPM കാരന് മാത്രം അഭിമാനം തോന്നേണ്ട കാര്യമാണോ? ഇത് കേരളത്തിൽ ഇടതുപക്ഷമെന്നോ ഇടതുപക്ഷ വിരുദ്ധരെന്നോ വ്യത്യാസമില്ലാതെ ലോകമെങ്ങുമുള്ള മലയാളിയുടെ വളർച്ചയിൽ അധ്വാനം കൊണ്ട് പങ്കാളിയായിട്ടുള്ളവർ, അവർക്കെല്ലാവർക്കും അതിരറ്റ ആഹ്ലാദം, സന്തോഷം, അഭിമാനം. കാരണം എന്താണ്? ഇന്ത്യൻ സാഹചര്യത്തിൽ ഇതേ പത്രത്തിൽ അല്പമാസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്തയുണ്ട്. അത് രാം കേവൽ എന്ന് പറയുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥി 2025 പരീക്ഷ പാസ്സായതാണ്. നമുക്ക് അത്ഭുതം തോന്നും, അതിലെന്താണ് ഇത്ര പുതുമ? അങ്ങനെ ഉണ്ടെങ്കിൽ എന്റെയും ആങ്കറുടെയും കോൺഗ്രസ് പ്രതിനിധിയുടെയും ആദരണീയനായ BJP പ്രതിനിധിയുടെയും ഒക്കെ നാട്ടിൽ ആയിരക്കണക്കിന് ദേശീയ വാർത്തകളുണ്ട് 10ാം ക്ലാസ് പാസ്സാകുന്നത് ദേശീയ വാർത്തയാകാനാണെങ്കിൽ. അപ്പോഴെന്താണ് പ്രത്യേകത? ആ ഭാഗം പറഞ്ഞ് നിർത്തുവാണ് കേട്ടോ. നിസാംപൂർ എന്ന് പറയുന്ന UP-ലെ ഗ്രാമത്തിൽ നിന്ന് 78 വർഷമുള്ള ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കുട്ടി 10ാം ക്ലാസ് പാസ്സാകുന്നത്. അതായത്
ഇതാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തിന്റെ ആകാശം. ഇന്ത്യയുടെ ആകാശം ഇതാണ്. 55% ദാരിദ്ര്യമുള്ള ബീഹാർ 78 വർഷമെടുത്ത ഒരു ഗ്രാമത്തിൽ നിന്ന് 10ാം ക്ലാസ് പരീക്ഷ പാസ്സാകുന്നത് ദേശീയ വാർത്തയാകേണ്ട വന്ന ഇന്ത്യൻ ദേശീയ മാധ്യമം. ആ ആകാശത്തിന് കീഴിലാണ് മലയാള സാഹിത്യകാരനായ ചെറുകാടിന്റെ വാക്ക് കടമെടുത്താൽ എന്റെ മുരിങ്ങാമര ചൂട്ടിലിരുന്ന് ഞാൻ നക്ഷത്രങ്ങളെ കാണുമെന്ന് അദ്ദേഹം പറഞ്ഞത് വെച്ചാൽ 78 വർഷം കൊണ്ട് 10ാം ക്ലാസ് പരീക്ഷ പാസ്സാകേണ്ട വന്ന ഇന്ത്യൻ ആകാശത്തിന് കീഴിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ നോക്കി IIM ഡയറക്ടർ പറയുന്നു ദിസ് ഷാൽ ബി കമ്പയർഡ് വിത്ത് നോർത്തേൺ യൂറോപ്പ്. ദാരിദ്ര്യത്തിന്റെ അളവുകൾ പരിശോധിക്കുമ്പോൾ 55 പേർ 100-ൽ 55 പേരും പട്ടിണിയും ദാരിദ്ര്യവും കിടക്കുന്ന ബീഹാറിൽ നിന്ന് യൂണിയൻ ഗവൺമെന്റിന്റെ ഏജൻസിയായ അങ്ങ് സൂചിപ്പിച്ച നീതി ആയോഗ് 2021 പറയുന്നു 0.55 ഒന്നിൽ താഴെ മാത്രം ദാരിദ്ര്യമുള്ള ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം കേരളം. നമ്മുടെ വീടിന്റെ ഇറയത്തിരുന്നു കൊണ്ട് നമ്മൾ ലോകത്തിലേക്ക് നോക്ക്. ഈ ഇന്ത്യൻ ആകാശത്തിന് കീഴിൽ കേരളത്തിന് മാത്രം ഈ മഹാത്ഭുതങ്ങളെ, മനുഷ്യന്റെ അഭിമാനവും അന്തസ്സും വാനോളം ഉയർന്നു പാറുന്ന ലോകത്തിലെ ഏറ്റവും സമുന്നത ദേശരാഷ്ട്രങ്ങളോട് കിടപിടിക്കാൻ കഴിയുന്ന ഈ മുന്നേറ്റത്തെ കുറിച്ച് പറയുമ്പോൾ, അത് നേടിയെടുത്ത അസുലഭ സന്ദർഭങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്കൊക്കെ സന്തോഷം തോന്നണ്ടേ? നമുക്കൊക്കെ അതിൽ ഹൃദയം പകുത്തു നൽകുമാറ് സ്നേഹവായ്പോടുകൂടെ അതിനെ സ്വീകരിക്കാൻ കഴിയണ്ടേ? കഴിഞ്ഞില്ലെങ്കിലും പോട്ടെ, ഇതിനെ അപഹസിക്കാൻ തയ്യാറാകാമോ? ശരി.